Hello friends, welcome to our YouTube channel, The Mindful Minimalist. നിങ്ങളിൽ പലർക്കും എന്നെ അറിയാവുന്നത് ഒരു മാനിഫെസ്റ്റേഷൻ വീഡിയോസ് വഴിയായിട്ടായിരിക്കും. കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ കമന്റ്സ് വരുന്നതും ഡൗട്ട്സ് ചോദിക്കുന്നതും മാനിഫെസ്റ്റേഷന്റെ വീഡിയോയെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പം അങ്ങനെ എൻ്റെ പുതിയ സബ്സ്ക്രൈബേഴ്സിനും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ് നന്ദി ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞോളുകയാണ്. കാരണം ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് കൂടിയിട്ടുണ്ട്. ഞാൻ ഒരുപാട് ഗ്യാപ്പ് എടുത്തു. കുറച്ച് നാളായിട്ട് സമ്മർ ടൈം ആയിരുന്നു. അപ്പം നമുക്ക് വെക്കേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. പിള്ളേരൊക്കെ ആയിട്ട് അവരുടെ മോന്റെ സ്കൂൾ അടച്ചു. ഞങ്ങളിങ്ങനെ എപ്പോഴും പുറത്തൊക്കെ ആയി പോയതുകൊണ്ടാണ്. അപ്പം അതിന് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. ഇനിയിപ്പോൾ യൂട്യൂബ് എനിക്ക് അതിന് പണി തരുന്നുണ്ട്. എൻ്റെ വീഡിയോസ് ഒന്നും അധികം അങ്ങോട്ട് പുഷ് ചെയ്യുന്നില്ല, ആളുകളിലേക്ക് എത്തിക്കുന്നില്ല. എങ്കിൽ പോലും എൻ്റെ മാനിഫെസ്റ്റേഷന്റെ വീഡിയോസ് കണ്ടിട്ട് കുറേ പേര് എനിക്ക് പുതിയ നമ്മുടെ ഫാമിലിയിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. അപ്പം ഇന്ന് കുറച്ച് എൻ്റെ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു കേട്ടോ. ഞാൻ 2 ദിവസമായിട്ട് നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു. ഇന്ന് ഇപ്പം നൈറ്റ് കഴിഞ്ഞിട്ട് ഞാൻ വന്നു. ഇനി റെസ്റ്റ് എടുക്കാൻ പോകുന്നതിന് മുന്നേ ഇന്ന് എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് തോന്നി. കുറച്ച് നാളായിട്ട് ഇങ്ങനെ ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന കുറച്ച് കാര്യങ്ങൾ അതെനിക്ക് നല്ല നല്ല രീതിയിൽ ഭയങ്കര ഹാപ്പിനെസ്, എന്താ പറയുക, എനിക്കറിയത്തില്ല, ഭയങ്കരമായ ഹാപ്പിനെസ് ഇങ്ങനെ മൈൻഡിൽ ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ ബ്രീത്ത് ചെയ്യത്തില്ലേ, ബ്രീത്ത് ചെയ്യുമ്പം നമ്മുടെ ലങ്സിൽ ഇങ്ങനെ ശ്വാസം ഇങ്ങനെ നിറയുന്ന ഫീൽ ചെയ്യത്തില്ലേ, അതുപോലെ തന്നെ ഓരോ സെക്കൻഡും നമ്മൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ടി വി കാണുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും ആ ശ്വാസം ഇങ്ങനെ വന്ന് ലങ്സിലോട്ട് നിറയുന്നത് പോലെ തന്നെ എന്തോ ഒരു ഹാപ്പിനെസ്, ഒരു പോസിറ്റീവ് എനർജി ഇങ്ങനെ ഉള്ളിലോട്ട് നിറയുന്ന പോലത്തെ ഒരു ഫീലാ. ഒരു കുഞ്ഞു കാര്യങ്ങൾക്ക് പോലും ഭയങ്കര സന്തോഷം ഫീൽ ചെയ്യാം. അപ്പൊ അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ അത് നിങ്ങളിൽ ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും കൂടെ എനിക്ക് പറഞ്ഞു തരണമെന്ന് തോന്നി. അതുകൊണ്ട് ഒരു കുഞ്ഞു ടോക്ക് നീണ്ടു പോകുമെന്ന് അറിയത്തില്ല. എന്തായാലും ആ ഒരു കുഞ്ഞു ടോക്ക് ഒന്ന് ചെയ്യാന്ന് വിചാരിച്ചു. ചെയ്തിട്ട് എനിക്ക് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പൊ അതൊന്ന് പറയാൻ വേണ്ടിട്ട് വന്നതാ. അപ്പം വീഡിയോയിലോട്ട് സ്വാഗതം. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത് ഈ മാനിഫെസ്റ്റേഷനെ കുറിച്ച് തന്നെയാണ്. അത് മാനിഫെസ്റ്റേഷൻ എന്താണെന്ന് അറിയുന്നതിന് മുന്നേ തന്നെ ചെയ്തു തുടങ്ങിയതാണ് ഞാൻ. പക്ഷേ മാനിഫെസ്റ്റേഷൻ എന്താണെന്ന് വീഡിയോസിലൊക്കെ കൂടി അറിഞ്ഞു തുടങ്ങിയപ്പോൾ മുതൽ ഞാൻ ചെയ്യാൻ തുടങ്ങിയ ഒരു കാര്യം, എത്ര സക്സസ്ഫുൾ ആയാലും എത്ര ഹാപ്പി ആയിട്ട് പോയാലും മനുഷ്യരൊക്കെ ചിലപ്പോഴൊക്കെ ഇങ്ങനെ ഡൾ ആവാറുണ്ട് ചില സമയങ്ങളിൽ, അല്ലേ? ചിലപ്പോൾ അത് നമ്മുടെ ഫ്രണ്ട്സ് കൊണ്ടോ നമ്മുടെ ഫാമിലി കൊണ്ടോ അങ്ങനെ എന്തെങ്കിലും പല അവരുണ്ടാക്കുന്ന ചില പ്രശ്നങ്ങൾ കൊണ്ടോ, അവരുണ്ടാക്കുന്ന പ്രശ്നമൊന്നും നമ്മൾ പറയുന്നതിനേക്കാളും നല്ലത് അവര് എന്തെങ്കിലും പറയുമ്പോഴോ ചെയ്യുമ്പോഴോ നമ്മുടെ മനസ്സിനെ അത് അഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരുടെ കുഴപ്പമല്ല, അത് നമ്മുടെ കുഴപ്പമാണ്. അപ്പൊ നമ്മുടെ ചിന്താഗതി ഒന്ന് മാറ്റിയാൽ നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം അതായത് വേറൊരാള് എന്തെങ്കിലും പറയുന്നത് കൊണ്ട് അഫക്റ്റഡ് ആവുന്നതാണോ നമ്മുടെ സന്തോഷം എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു, അല്ലെ? അവിടെയാണ് എനിക്കും ചേഞ്ചസ് വന്നു തുടങ്ങിയത്. ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. അതായത് ഒരാൾ എന്തെങ്കിലും പറയുമ്പം അതെനിക്ക് വിഷമം വരുത്തുന്നത് നമ്മൾ അങ്ങേയറ്റം അവരെ നമ്മുടെ മനസ്സിലോട്ട് അങ്ങ് എടുക്കുന്നത് കൊണ്ടല്ലേ. അതായത് നമ്മൾ ബൗണ്ടറി സെറ്റ് ചെയ്യാത്തതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. അപ്പം മുമ്പ് ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ചത്ത് കിടക്കുന്ന ഒരാളാണ്. ഫ്രണ്ട്സ് ഇപ്പോഴും അത് കണക്കുള്ള നല്ല ഫ്രണ്ട്ഷിപ്പ് എനിക്കുണ്ട്. പക്ഷെ എന്നാൽ പോലും നമ്മൾ അതിനൊരു ബൗണ്ടറി വെക്കണം. അത് ഫ്രണ്ട്ഷിപ്പ് എന്നല്ല, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എന്നല്ല, ആരാണെങ്കിലും നമ്മളൊരു ബൗണ്ടറി സെറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. അങ്ങനെ ചെയ്യുമ്പം എന്തെങ്കിലും ഒരു വിഷമം, ഒരു ഡിറ്റാച്ച്മെന്റ് അവരിൽ നിന്ന് ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ മനസ്സിനെ അങ്ങനെ ഭയങ്കരമായിട്ട് തളർന്നു പോകാനായിട്ട് അത് അഫക്റ്റഡ് ആവത്തില്ല നമ്മുടെ മനസ്സിനെ. അപ്പൊ നമ്മൾ എപ്പോഴും ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാം എല്ലാ റിലേഷൻഷിപ്പിലും. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മള് എപ്പോഴും ഇങ്ങനെ നെഗറ്റീവ് വേർഡ്സ്, കുറെ പേര് എന്റെ വീഡിയോസ് കാണുന്ന കുറെ പേര് എനിക്ക് കമന്റ്സ് വരുന്നതായാലും എനിക്ക് പേഴ്സണലി എനിക്ക് ഇമെയിൽസ് വരുന്നതാണെങ്കിലും അവരിങ്ങനെ എന്റെ ലൈഫ് ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, എനിക്ക് പ്രതികരിക്കാൻ അറിയത്തില്ല, എനിക്ക് ഫ്രണ്ട്സിനെ മേക്ക് ചെയ്യാൻ അറിയത്തില്ല, ഞാൻ എപ്പോഴും ഇങ്ങനെ സങ്കടത്തിലാണ് കഴിയുന്നത്, എന്റെ ഹസ്ബൻഡിന് എന്നോടൊരു വിലയില്ല, ഇങ്ങനെ നെഗറ്റീവ്സ് ആണെന്ന് പറയുന്നത്. ഞാനൊരു കാര്യം നിങ്ങൾക്ക് പറയട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ ഡെയിലി നിങ്ങൾ ചെയ്യുന്ന, ചിലപ്പോൾ ഫുഡ് കഴിക്കുന്നത് നമ്മൾ എൻജോയ് ചെയ്തിട്ടായിരിക്കും, എൻജോയ് ചെയ്യുന്നതെന്ന് പറയുന്നില്ല, വേറെ പല കാര്യങ്ങളും, നമ്മുടെ ജോലി ആയിക്കോട്ടെ, നമ്മുടെ വീട്ടിലെ കുക്കിംഗ് ആയിക്കോട്ടെ, തുണി എഴുതുന്നതായിട്ടെ, നമുക്ക് ഇഷ്ടമില്ലെങ്കിലും അത് ചെയ്യണം എന്നോർത്ത് നമ്മൾ ചെയ്യുന്നതല്ലേ. അപ്പം അതുപോലൊരു കാര്യം നിങ്ങൾക്ക് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ പോലും നിങ്ങൾ ഇന്റൻഷനലി നിങ്ങൾ അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഹാപ്പിയാണ്, ഓ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ഞാൻ ഓൾവേസ് ഹാപ്പിയാണ്. ഇതിങ്ങനെ ഉറക്കെ പറഞ്ഞില്ലെങ്കിൽ, ഉറക്കെ പറയാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുന്ന സമയങ്ങളിൽ നിങ്ങൾ ഉറക്കെ അത് പറയുക. അതല്ല, ആരെങ്കിലും ഇരിക്കുന്ന സമയത്ത്, ആരോടെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിൽ പറയാം, ഞാൻ ഹാപ്പിയാണ്, ഓ എന്നിലേക്ക് ഭയങ്കര സന്തോഷം വന്നുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ഹാപ്പിയാണ്,
എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ സാധിക്കും, എന്ത് കാര്യമാണെങ്കിലും എന്നെ കൊണ്ട് ഇത് പറ്റത്തില്ല എന്ന് പറയുവാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കഴിവിനെ നിങ്ങൾ ലിമിറ്റ് ചെയ്യുക. എന്നെ കൊണ്ട് ഇത് പറ്റും. ഞാൻ അങ്ങനെയൊക്കെ ചിന്തിച്ചു തുടങ്ങിയപ്പോൾ എന്നെ കൊണ്ട് ഇത് പറ്റും, എന്തുകൊണ്ട് എനിക്കിത് ചെയ്തുകൂടാ? നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ സോഷ്യൽ മീഡിയ, നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇന്റർനെറ്റ് ഉണ്ട്, ചാറ്റ് GPT ഉണ്ട്, നമുക്ക് എന്തെല്ലാം ഹെൽപ്പ് ആരുടെ അടുത്ത് നിന്നെല്ലാം നേടാം. അല്ലെങ്കിൽ ഫിസിക്കൽ ഹെൽപ്പ് നമുക്ക് ഡയറക്റ്റ് ഒരാളെടുത്ത് ചോദിക്കാം. ഡയറക്റ്റ് ഒരാൾ പറഞ്ഞു തരാനില്ലെങ്കിൽ പോലും ഞാൻ പറഞ്ഞ പോലെ ഇന്റർനെറ്റ് ഒക്കെ യൂസ് ചെയ്യാം. അപ്പൊ എന്ത് കാര്യവും നമ്മളെ കൊണ്ട് പറ്റും എന്ന് നമ്മൾ ചിന്തിച്ചു തുടങ്ങുമ്പോൾ ഉണ്ടല്ലോ, നമുക്കത് പറ്റും. അപ്പൊ ഈ എപ്പോഴും ഞാൻ ഹാപ്പിയാണ്, എന്നെ കൊണ്ട് ഇത് പറ്റും, ഞാൻ സക്സസ്ഫുൾ ആണെന്ന് ഇങ്ങനെ നിങ്ങൾക്ക് ഇപ്പൊ അത് വിശ്വസിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പോലും നിങ്ങൾ ഇത് റിപ്പീറ്റ് ചെയ്യുക. ഒരു 10 ദിവസം നിങ്ങൾ ഇത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഉണ്ടല്ലോ, നമ്മൾ എന്തുവാണ് പറഞ്ഞു കൊടുക്കുന്നത്, ഡാ നിന്നെ കൊണ്ട് ഇത് പറ്റത്തില്ല എന്ന് പറയുമ്പം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത് വിശ്വസിക്കുക. അതല്ല, നിന്നെ കൊണ്ട് ഇത് പറ്റും, നീ എനർജറ്റിക് ആണ് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ 10 ദിവസം കേട്ട് കഴിയുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് കുട്ടികളെ പോലെ നമുക്ക് ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റും. അതിപ്പോ ഏത് പ്രായത്തിലായാലും, നിങ്ങൾ 20s ആയിക്കോട്ടെ, 30s ആയിക്കോട്ടെ, 40s ആയിക്കോട്ടെ, 50s ആയിക്കോട്ടെ, 60s ആയിക്കോട്ടെ, 70s നിങ്ങൾക്ക് ഇനിയും നമുക്ക് ചേഞ്ച് ആവാൻ പറ്റും, നമുക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റും. എന്ന് എന്ന് മുതലാണോ ഞാൻ ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയത്, അടിപൊളിയായിട്ട് എന്റെ ലൈഫിൽ ഹാപ്പിനെസ് വരാൻ തുടങ്ങി. സത്യമാണ് ഗൈസ്, ഞാനത് അനുഭവിച്ചറിയാൻ തുടങ്ങി. നമുക്ക് ഞാൻ ചിലപ്പോൾ തന്നെ ആലോചിക്കും, എനിക്ക് വട്ടായോ, എന്താണ് എന്തെന്നറിഞ്ഞൂടാത്തൊരു സന്തോഷം, അതിങ്ങനെ പറഞ്ഞു തരണമെന്ന് എനിക്കറിയത്തില്ല. മനസ്സിങ്ങനെ നിറഞ്ഞു നിൽക്കും. നമുക്ക് ബുക്ക് വായിക്കാൻ ഇഷ്ടപ്പെടും, നമുക്കൊരു സിനിമ കാണാനായിട്ട് ഇഷ്ടപ്പെടും, കുട്ടികളിലൂടെ കളിക്കാനായിട്ട് ഇഷ്ടപ്പെടും. നമ്മൾ എനർജറ്റിക് ആയിരിക്കും. അപ്പൊ നമുക്ക് തോന്നും എന്റെ മൈൻഡ് മാറിക്കൊണ്ടിരിക്കുന്നത്, ഞാൻ ഭയങ്കര ഹാപ്പിയാണെന്ന് നമുക്കൊരു ഫീൽ വരും. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, മാക്സിമം നിങ്ങൾ മറ്റുള്ളവരെ, നമുക്ക് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്, അതായത് കംപ്ലീറ്റ്ലി നമുക്ക് ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കാൻ പറ്റില്ല. അതായത് നമ്മളിപ്പോ ഒരു പൈസ കൊടുത്താലും ഒരു സാധനം മേടിക്കണമെങ്കിൽ വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യണമല്ലോ. നമ്മൾ അവിടെ പോയി ആള് ഗുഡ്സ് വിൽക്കുവാണെങ്കിൽ മാത്രമല്ലേ നമ്മുടെ പൈസ കൊടുത്ത് നമുക്കത് വാങ്ങിക്കാൻ പറ്റും. ആ രീതിയിലാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുമെങ്കിലും നമ്മുടെ ലൈഫിൽ കുറച്ച് നമ്മൾ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ, അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യമാണ് ഡ്രൈവിംഗ് പഠിക്കുക എന്നുള്ളത്. 2 വീലർ ആയിക്കോട്ടെ, 4 വീലർ ആയിക്കോട്ടെ, നിങ്ങൾ പഠിക്കുക. അതൊരു ഷോർട്ട് ടേം ഗോൾ ആയിട്ട് എടുത്ത് നിങ്ങൾ അതൊന്ന് പഠിച്ചു നോക്കിക്കേ. അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ, നിങ്ങളുടെ വീട്ടിലൊരു ഫാൻ ചീത്തയായി പോയെന്നിരിക്കട്ടെ, നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു സാധനം കേടായി പോയെന്നിരിക്കട്ടെ, നിങ്ങളെ കൊണ്ട് പറ്റോ ഇല്ലയെന്ന് നിങ്ങൾ ആദ്യം ഒന്ന് ചെക്ക് ചെയ്യുക. നിങ്ങൾ അതൊന്ന് ചെയ്യുക. നിങ്ങളെ കൊണ്ട് പറ്റാത്ത കാര്യമാണെങ്കിൽ നിങ്ങൾ ഒരാളെ നമ്പർ എടുത്ത് വിളിച്ച് ആ ഫിക്സ് ചെയ്യുന്ന മെയിൻ്റനൻസ് മാനെയോ ഹാൻഡിമാനെയോ വിളിച്ച് അതൊന്ന് ഫിക്സ് ചെയ്ത് അത് നന്നാക്കി കഴിയുമ്പം ആ ഒരു ചെറിയ പ്രോബ്ലം ആണ് അത്. നമ്മുടെ വീട്ടിൽ കേടായ ഒരു സാധനമാണെങ്കിൽ അതൊരു ചെറിയ പ്രോബ്ലമാണ്. ഈ പ്രോബ്ലംസിനെ നിങ്ങൾ ഇങ്ങനെ ഫിക്സ് ചെയ്ത് കഴിയുമ്പം, അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ. ആ ഫാൻ ഒന്ന് കേടായി, അതിന്റെ ഒരു സ്ക്രൂ പോയതായിരിക്കാം, അതിന്റെ ഒരു ലീഫ് ഇളകി പോയതായിരിക്കാം, അതിന് പറ്റുന്ന ഒരു സ്ക്രൂ നിങ്ങൾ തപ്പിപ്പിടിച്ചെടുത്തോണ്ട് നിങ്ങളത് ഫിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. എന്നിട്ട് ആ ഫാൻ വർക്ക് ചെയ്യിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. അത് പറഞ്ഞു തരാൻ പറ്റത്തില്ല, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, നിങ്ങൾ ചെയ്തു നോക്കണം. അതുപോലെ ഡെയിലി ലൈഫിൽ പലതും നമ്മുടെ ഹസ്ബൻഡിന്റെ അടുത്തോ അച്ഛനോടോ അല്ലെങ്കിൽ പാർട്ട്ണറിന്റെ അടുത്തോ ഫ്രണ്ടിന്റെ അടുത്തോ ഒക്കെ ചോദിക്കുന്നതിനേക്കാൾ മുന്നേ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നിങ്ങളൊന്ന് ചെയ്യുക. നിങ്ങളെ കൊണ്ട് പല കാര്യങ്ങളും സാധിക്കും, പക്ഷെ എപ്പോഴും നമ്മളിങ്ങനെ വേറൊരാളെ വെച്ചത് ചെയ്യിക്കുന്നത് കൊണ്ടാണ് നിങ്ങളുടെ കഴിവ് നിങ്ങൾ അറിയാണ്ട് പോകുന്നത്. നമുക്കൊക്കെ ഭയങ്കര കഴിവുകളുള്ള മനുഷ്യരാണ് നമ്മളെല്ലാവരും, നമ്മളത് തിരിച്ചറിയാതെ പോകുന്നതാ. അപ്പൊ നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ തനി ഒന്ന് ചെയ്തു നോക്കുക, ഒരു ഹെൽപ്പ് ചോദിക്കുന്നതിനേക്കാൾ മുന്നേ. പിന്നെ നിങ്ങളെ കൊണ്ട് പറ്റാത്ത കാര്യമാണെങ്കിൽ നിങ്ങൾ നമ്പർ എടുത്ത് വിളിച്ച് നിങ്ങൾ ആളെ വിളിച്ച് നന്നാക്കിക്കൂ. എന്നാൽ പോലും നിങ്ങൾക്ക് അതൊരു ഹാപ്പിനെസ് ഉണ്ട്, കാരണം ആ ഒരു പ്രോബ്ലത്തിന് നിങ്ങൾ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ. പിന്നെ വേറെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മള് അതായത് എല്ലാ കാര്യങ്ങളും, നമ്മുടെ A to Z കാര്യങ്ങളും നമ്മൾ എല്ലാവരോടും പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ. ഈവൻ നമ്മുടെ ലൈഫിലെ എല്ലാ കാര്യങ്ങളും ഒന്നും നമ്മൾ എല്ലാവരോടും പറയേണ്ട കാര്യമില്ല. ചിലപ്പോൾ അത് എല്ലാം ദഹിക്കാൻ എല്ലാ മനുഷ്യർക്കും പറ്റണം എന്നില്ല. അപ്പൊ നമ്മുടെ ഹാപ്പിനെസ് ഇതാണ് എന്ന്, അതായത് പലരുടെയും ഹാപ്പിനെസ് പല രീതിയിലായിരിക്കാം. ഇപ്പം പിന്നെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളൊരു ഡ്രസ്സ് മേടിച്ചു, നിങ്ങൾക്ക് ആ ഡ്രസ്സ് ഇടാൻ ഇഷ്ടമാണ്, നിങ്ങൾക്ക് അത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ രണ്ട് അഭിപ്രായം പറയാൻ ആൾക്കാരുണ്ടാവും. നന്നെന്ന് പറയാനും ആൾക്കാരുണ്ടാവും, നന്നാവില്ല എന്ന് പറയാനും ആൾക്കാരുണ്ടാവും. പക്ഷേ നമ്മുടെ സ്റ്റൈലും നമ്മുടെ ഫാഷൻ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഉള്ളിലായിരിക്കുന്നത്. നിങ്ങൾക്കത് ഇഷ്ടമാണോ, നിങ്ങൾ ആ ഡ്രസ്സ് ഇട്ടിട്ട് നിങ്ങളുടെ കണ്ണാടിയിൽ നോക്കുമ്പോൾ നിങ്ങൾക്കത് കംഫർട്ടബിൾ ആണ്, നിങ്ങൾക്കത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക. അതൊരു ഡ്രസ്സിന്റെ കാര്യത്തിൽ മാത്രമല്ല, എന്ത് കാര്യത്തിലും എന്ത് തീരുമാനത്തിലും നമ്മളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ, ഇനി അതിപ്പോ ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും
അത് ആര് വന്ന് പറഞ്ഞാലും ആ തീരുമാനത്തിൽ ഞാൻ വ്യതിചലിക്കില്ല. ഇത് എന്റെ തീരുമാനമാണ്. എനിക്ക് ഇതിലോട്ട് മുന്നോട്ട് പോകാനാണ്. അങ്ങനെ നിങ്ങൾ തീരുമാനിച്ച് നിങ്ങളെടുത്ത ഡിസിഷനിലൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അതൊരു ഫെയില്യൂർ ആണെങ്കിൽ പോലും ആ ഫെയില്യൂറിന്റെ വിഷമം നിങ്ങൾക്ക് ഉണ്ടായാൽ പോലും നിങ്ങൾ ചിന്തിക്കും അത് എന്റെ ഡിസിഷനിൽ ഞാൻ ചെയ്തു, എന്നെ കൊണ്ട് പറ്റൂലേ എന്ന് ഞാൻ ട്രൈ ചെയ്തു. അപ്പൊ നിങ്ങൾക്കൊരു സന്തോഷം കിട്ടും. അത് ഗൈസ്, ട്രസ്റ്റ് മീ ഗൈസ്, നിങ്ങൾക്ക് അത് മനസ്സിലാവാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് എന്ത് കാര്യത്തിനും നിങ്ങൾക്കൊരു സപ്പോർട്ട് വേണം. സപ്പോർട്ട് എന്തായാലും അത് തീർച്ചയായിട്ടും വേണ്ട ഒരു കാര്യമാണ്. എന്നാൽ പോലും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ ഡിസിഷൻ നിങ്ങൾ എടുക്കാൻ പഠിക്കുക. നമ്മൾ എടുക്കുന്ന ഡിസിഷനിലൂടെ നമ്മൾ പോകുമ്പോൾ സക്സസ് റേറ്റ് അതിന്റെ കൂടുതലായിരിക്കും. സക്സസ് അല്ല, നമുക്ക് അവസാനം ഫെയിലിയർ ആണ് ഉണ്ടായി പോയെങ്കിലും നിങ്ങൾക്ക് പല കാര്യങ്ങളും അതിൽ നിന്ന് ലേൺ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഈ ഒരു ഏജിൽ നിൽക്കുമ്പോഴാണ് ഈവൻ നമ്മൾ ഞാനൊരു ഓൺലൈൻ ഷോപ്പിംഗിൽ ചെയ്യുന്ന മിസ്റ്റേക്ക് പോലും ചില ഡ്രസ്സുകൾ വരുമ്പം വന്നു കഴിഞ്ഞിട്ടായിരിക്കും ഈ മെറ്റീരിയൽ കൊള്ളത്തില്ല അങ്ങനെയൊക്കെ ഞാൻ പഠിക്കുന്നത്. പക്ഷെ കുറെ അബദ്ധങ്ങൾ ഇങ്ങനെ പറ്റി കഴിയുമ്പോൾ പിന്നെ എനിക്ക് മനസ്സിലാവും, ഓ ഈ ഡ്രസ്സ് ഇത് വന്നു കഴിയുമ്പോൾ ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നത്, ഇത് പർച്ചേസ് ചെയ്യേണ്ട, ഇത് അവർ കാണിച്ചേക്കുന്ന പിക്ചറിൽ മാത്രമേ ഈ ക്വാളിറ്റി കാണുള്ളൂ, വരുമ്പോൾ ഇത് ഉണ്ടാകത്തില്ല. അതിന്റെ ഡിസ്ക്രിപ്ഷൻ കംപ്ലീറ്റ് വായിച്ചു നോക്കി അത് ഓർഡർ ചെയ്യാൻ പഠിച്ചു. കുറെ മിസ്റ്റേക്സ് പറ്റുമ്പോഴാണ് നമുക്കത് എല്ലാ കാര്യങ്ങളും നമുക്ക് അടിപൊളിയായിട്ട് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളായിരിക്കുന്ന ഒരു അവസ്ഥയെ നിങ്ങൾ ഇഷ്ടപ്പെടുക. നിങ്ങൾ അതായത് നിങ്ങളുടെ ഓരോ അവയവങ്ങളെയും, നിങ്ങളുടെ കണ്ണിനെയും മുടിയെയും നിങ്ങളുടെ കയ്യിനെയും കാലിനെയും കണ്ണിനെയും ഒക്കെ നിങ്ങൾ സ്നേഹിച്ച് അതിന് വേണ്ടുന്ന കെയർ കൊടുക്കുക. അതായത് സെൽഫ് കെയർ, നമ്മുടെ ഒരു മീ ടൈം ഉണ്ടാക്കിയെടുക്കുക. നിങ്ങളുടെ ശരീരത്തിന് നിങ്ങൾ കെയർ ചെയ്യാനായിട്ട് സമയം കണ്ടെത്തുക. ഒരു ഒരു മുടിയിൽ ഒരു സ്പാ ചെയ്യാൻ വേണ്ടിയിട്ടോ, ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ഒരു സ്പാ ചെയ്യാൻ വേണ്ടിയിട്ടോ, തലയിൽ ഹോട്ട് ഓയിൽ മസാജ് ചെയ്യാൻ വേണ്ടിയിട്ടോ, പിന്നെ മുഖത്തൊരു വല്ല വീട്ടിൽ കിട്ടുന്ന വല്ല തക്കാളി നീരോ തൈരോ കോഫി പൗഡറോ ഒക്കെ ചേർത്തിട്ട് ചുമ്മാ ഒരു ഫേസ് പാക്ക് ഒക്കെ ഇട്ട് ഫേസ് ഒക്കെ ഒന്ന് നോക്കുക. അതൊക്കെ 2-3 ദിവസമൊക്കെ ഉപയോഗിച്ചിട്ട് അതിൽ നിങ്ങൾക്ക് ചേഞ്ചസ് ഉണ്ടാവുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അതൊക്കെ ഒരു വലിയ വലിയ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ്. നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. പിന്നെ മാക്സിമം ചെറിയ 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 നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ജോലി, ഇപ്പൊ വീട്ടിലിരുന്നിട്ട് ജോലി ഇല്ലാത്തവരാണെങ്കിൽ പോലും, നിങ്ങൾ കുട്ടികളെ നോക്കിയിരിക്കുന്നവരാണെങ്കിൽ പോലും അതുവഴി നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻകം കണ്ടെത്താൻ പറ്റുമോ എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തെങ്കിലും ഇൻകം. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന, ചിലപ്പം നല്ലൊരു വീട്ടിൽ തന്നെ കുറെ നാളായിട്ട് അമ്മയോ അമ്മൂമ്മയോ ഒക്കെ പറഞ്ഞു തന്ന നല്ല എണ്ണകളൊക്കെ ഉണ്ട്. നിങ്ങൾ തന്നെ വീട്ടിൽ കാണുന്ന ചില ആയുർവേദ മരുന്നുകളൊക്കെ കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കി ഉപയോഗിക്കുന്ന എണ്ണ കൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു മുടി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ മുടി തന്നെ നല്ലൊരു പരസ്യമായിരിക്കും. നിങ്ങൾക്ക് അറിയാവുന്ന ചെറിയ ചെറിയ ആളുകളിലോട്ട് നിങ്ങൾ ആ ഒരു എണ്ണ ഉണ്ടാക്കി വിൽക്കുക. കുറച്ചുപേര് അവർക്ക് ബലം കിട്ടിക്കഴിയുമ്പം അങ്ങനെയൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ഭാവിയിൽ വലിയ ഓണ്ടർപ്രണേഴ്സ് ഒക്കെ ഉണ്ടാവുന്നത്. മനസ്സിലായോ? അതായത് നിങ്ങൾക്ക് പിന്നെ ആൾക്കാർ കൂടി വരുമ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഷോപ്പ് ചെയ്യാൻ പറ്റും, ഓൺലൈനായിട്ട് അത് വിൽക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ബിസിനസ് തുടങ്ങാൻ പറ്റും. പിന്നെ കുറെ പേരൊക്കെ ഇപ്പൊ ക്ലോത്തിൽ ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് സ്റ്റിച്ചിങ് അറിയാന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പഠിക്കുക. ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ട് പഠിക്കാൻ സമയം കിട്ടുന്നുണ്ടെങ്കിൽ 2 മണിക്കൂർ ഡയറക്റ്റ് പോയി പഠിക്കുക, ഓൺലൈനിലായിട്ട് പഠിക്കുക. അങ്ങനെ എന്തെങ്കിലും എക്സ്ട്രാ കോഴ്സുകളൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ചില കോഴ്സുകളൊക്കെ എടുത്ത് പഠിച്ചിട്ട് അതൊരു വരുമാന മാർഗ്ഗമാക്കാൻ പറ്റുമെങ്കിൽ ചെയ്യാം. പിന്നെ ചില കോഴ്സുകൾ ചിലതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ നമ്മൾ വീട്ടിൽ ഇരുന്നിട്ട് നോട്ട്സ് എഴുതി കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് അതിൽ നിന്ന് ഇൻകം. എനിക്ക് ഡയറക്റ്റ് ആരും അങ്ങനെ ചെയ്യുന്ന അറിയത്തില്ല, പക്ഷെ എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ വിളിച്ചപ്പോൾ അവളിങ്ങനെ പറഞ്ഞതാണ്, ഇടയ്ക്ക് അങ്ങനെ ഒരു ജോലി അവൾ ചെയ്യുമായിരുന്നു, അവൾക്ക് എന്തോ ഇൻകം ഒക്കെ കിട്ടുമായിരുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ അതുപോലെ എന്തെങ്കിലും ഒരു നിങ്ങൾക്ക് ഇൻകം കിട്ടുന്ന എന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്തുക. എൻ്റെ വീട്ടിൽ അമ്മയൊക്കെ ചെയ്യായിരുന്നു കേട്ടോ. കോഴി താറാവൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ മുൻപ്, ഇപ്പം ഇല്ല. അതുണ്ടായിരുന്ന സമയത്ത് ഇങ്ങനെ മുട്ടയൊക്കെ, വീട്ടിലെ മുട്ട വേണം എന്ന് വിചാരിച്ചിട്ട് എത്ര പൈസ കൊടുത്താലും മേടിക്കാം എന്ന് പറഞ്ഞു വന്ന് മേടിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഒരു ചെറിയ ഇൻകം ആണ്. നമുക്ക് ഒരു 100 രൂപയാണെങ്കിൽ പോലും നമ്മൾ ഉണ്ടാക്കുന്ന പൈസ നമ്മുടെ കയ്യിൽ ഇരിക്കുകയാണെങ്കിൽ അത് കൊണ്ടുപോയി നമ്മളൊരു ചായ മേടിച്ച് കുടിക്കുകയാണെങ്കിൽ, ഒരു ഫുഡ് മേടിച്ച് കഴിക്കുകയാണെങ്കിൽ ഭയങ്കര സന്തോഷമല്ലേ? അപ്പം അതൊക്കെയാണ്. പിന്നെ മാനിഫെസ്റ്റേഷൻ ഇങ്ങനെ എന്തെങ്കിലും ഒരു ആഗ്രഹം നേടാൻ വേണ്ടി മാത്രമല്ല കേട്ടോ നമുക്ക് മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ പറ്റുന്നത്. ഇങ്ങനെ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ ജേണലായിട്ട് ഒരു ബുക്ക് എടുത്ത് നിങ്ങൾക്ക് ഇങ്ങനെ മാനിഫെസ്റ്റേഷൻ, നിങ്ങൾ ഏത് അവസ്ഥയിലോട്ട് ആകാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങളൊരു സമ്പന്നനാവാൻ ആഗ്രഹിക്കുകയാണ്, നിങ്ങളൊരു ശാന്ത സ്വഭാവം, ഇപ്പൊ നിങ്ങൾക്ക് ദേഷ്യമൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ശാന്ത സ്വഭാവം ആവാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് അസുഖങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ എനിക്ക് ആരോഗ്യം ആവാൻ വേണ്ടിയിട്ടാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ ചെയ്യാം. പിന്നെ ചില ആൾക്കാർ കമന്റിനോട് ചോദിക്കാറുണ്ട്, അതും കൂടി ഞാൻ അത് പറഞ്ഞു പോവാണ്. അതായത് അവർ ചോദിക്കുന്നത്, എനിക്ക് പീരിയഡ്സ് ആയി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്കത് ചെയ്യാവോ? ഇതെന്ന് വെച്ചാൽ ഒരു റിലീജിയസ് പ്രാക്ടീസ് അല്ല. നമ്മളിങ്ങനെ കുളിച്ച് തൊഴുത് അമ്പലത്തിൽ പോകുന്ന അങ്ങനത്തെ ഒരു രീതിയിലൊന്നും നിങ്ങൾ പൂജാമുറിയിൽ ചെരുപ്പിട്ട് കയറാൻ പാടില്ല, അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. ഇതൊരു റിലീജിയസ് പ്രാക്ടീസ് അല്ല. നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഇത് എഴുതാം, രാവിലെ രാത്രി, നിങ്ങളുടെ കംഫർട്ടബിൾ ടൈമാണ്. അതാണ് നിങ്ങൾ നോക്കേണ്ട കാര്യമുള്ളൂ. പിന്നെ നെഗറ്റീവ് വേർഡ്സ് നിങ്ങൾ ഒഴിവാക്കുക, അത് നിങ്ങളുടെ ലൈഫിൽ നിന്ന് തന്നെ ഒഴിവാക്കുക.
നെഗറ്റീവ് വേർഡ്സിന്റെ എക്സാമ്പിൾ എന്ന് വെച്ചാൽ എനിക്ക് അസുഖമാണ് എന്ന് പറയുന്നതിനേക്കാളും എപ്പോഴും നിങ്ങൾ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുക ഞാൻ ആരോഗ്യവതി ആയിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ആരോഗ്യവതിയാണ്. അസുഖം എന്നുള്ളത് ഒരു നെഗറ്റീവ് വേർഡാണ്. പിന്നെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ പൈസ ഇല്ല. നിങ്ങൾ പൈസയെ സ്നേഹിക്കണം. എല്ലാവരും ഇപ്പം ഈ മാനിഫെസ്റ്റേഷനെ കുറിച്ചായാലും ഇങ്ങനെയുള്ള സ്പിരിച്വൽ രീതിയിൽ ചിന്തിക്കുന്ന സൈക്കിക് ആയിട്ടുള്ള ആളുകൾ എല്ലാവരും പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ് നമ്മൾ പൈസയെ, അതാണ് നമ്മൾ ഒരിക്കലും പൈസയെ അയ്യോ ഇത്രയും പൈസയോ, അങ്ങനെ അയ്യോ ഇത്രയും എനിക്ക് അതിനുള്ള യോഗ്യതയുണ്ടോ, ഇങ്ങനെ ഒരു നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്. നിങ്ങൾക്ക് യോഗ്യതയുണ്ട്. പൈസ നിങ്ങളിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ അട്രാക്ട് ചെയ്യാൻ ശ്രമിക്കണം. അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനം അതിനിപ്പോ നല്ല നല്ല വിലയുണ്ട് എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ അയ്യോ ഇത്രയും വിലയുടെ എനിക്കത് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെ ഒരു ചിന്ത നിങ്ങൾ മനസ്സിൽ നിന്ന് കളയുക. ഇത്രയും പൈസ ഉണ്ടാവാൻ കൊ- ഏ, 1 കോടി രൂപയോ അല്ലെങ്കിൽ 10 ലക്ഷം രൂപയോ ഇതിനൊക്കെ ഞാൻ യോഗ്യനാണോ അല്ലെങ്കിൽ യോഗ്യയാണോ എന്ന് ചിന്തിക്കുമ്പോൾ പൈസ നിങ്ങളിൽ നിന്ന് അകന്നു പോകുള്ളൂ. ഇതൊക്കെ നമ്മൾ പോലും അറിയാത്ത, നിങ്ങളൊരു കാര്യം വിചാരിച്ചു, നമ്മൾ പോലും അറിയാത്ത ഒരു വൈബ്രേഷൻ, അതായത് ഒരു അദൃശ്യമായ ഒരു ചങ്ങല, അദൃശ്യമായ ഒരു ചരട് നമ്മളെ പല പല കാര്യങ്ങളിലോട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. അതൊരു എനർജിയാണ്. ആ എനർജിയാണ് നമ്മളിലേക്ക് പാസ് ചെയ്ത് വരുന്നത്. അപ്പൊ നമ്മൾ അത് നെഗറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ അതിങ്ങനെ നമ്മളിൽ നിന്ന് വിപരീത ദിശയിലേക്കാണ് പോകുന്നത്. നമ്മൾ അതിനെ പോസിറ്റീവ്ലി നമ്മളത് ഞാൻ അങ്ങനെയാണ്, ഞാൻ ആരോഗ്യവതിയാണ്, ഞാൻ ഹാപ്പിയാണ്, ഇങ്ങനെ നമ്മൾ പറയുമ്പോൾ ആ ഒരു എനർജിനെ നമ്മളിലേക്ക് ഇങ്ങനെ അട്രാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ക്യാഷും അതുപോലെ തന്നെയാണ്. അതൊരു എനർജി ഫ്ലോ ആണ്. നിങ്ങൾ സമ്പന്നയായിക്കൊണ്ടിരിക്കുന്നത്, നിങ്ങൾ സമ്പന്നയാണ്, ഞാൻ സമ്പന്നയാണ്, ഞാൻ സമ്പന്നയായിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ആ ഒരു എനർജി നിങ്ങളിലേക്ക് വരുക ചെയ്യുന്നത്. ട്രസ്റ്റ് മീ ഗൈസ്, നിങ്ങൾ പോലും വിചാരിക്കാത്ത വഴികൾ നിങ്ങൾക്ക് ഓപ്പൺ ആയി വരും. നിങ്ങൾ ചിന്തിക്കും ഞാനിങ്ങനെ പറയുമ്പോൾ എനിക്ക് എങ്ങനെയാ പെട്ടെന്നൊരു ഒരു ഇത് കിട്ടുന്നത്. ചിലപ്പം പറയാൻ പറ്റില്ല, നിങ്ങൾക്ക് ഒരു ലോട്ടറി അടിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പണം ഉണ്ടാക്കാനുള്ള ഒരു സോഴ്സ് നിങ്ങൾക്ക് എങ്ങനെയും തുറന്നു വരാം, നിങ്ങൾക്ക് ഒരു ജോലി കിട്ടാം, അല്ലെങ്കിൽ ഒരു ബിസിനസിന്റെ ആശയം നിങ്ങളുടെ മനസ്സിലോട്ട് വരാം. എങ്ങനെ വേണമെങ്കിലും യൂണിവേഴ്സിനെ നിങ്ങൾ സമ്പന്നയാവണം, ഞാൻ സമ്പന്നയാണ് എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ആ വഴി എങ്ങനെ വേണമെങ്കിലും ഓപ്പൺ ആവാം. അതിന് പല വഴികളുണ്ട്. ആ വഴികൾ തുറന്നു തരിക എന്നുള്ളതാണ് യൂണിവേഴ്സിന്റെ പണി. അത് നിങ്ങൾക്ക് തുറന്നു തരും. അതുപോലെയാണ് നിങ്ങളുടെ ലൈഫിൽ ഹാപ്പിനെസ്. ഇതെല്ലാം ഇന്റർ കണക്റ്റഡ് ആണ്. ഓൾവേസ് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാൻ നോക്കുക, ആക്റ്റീവ് ആയിട്ടിരിക്കാൻ നോക്കുക, മൈൻഡ്ഫുൾ ആയിട്ട് ജീവിക്കുക, മൈൻഡ്ഫുൾ ആയിട്ട് അതായത് മൈൻഡ്ഫുൾ ആയിട്ട് എൻജോയ് ചെയ്ത് കഴിക്കുക, എൻജോയ് ചെയ്ത് ഉറങ്ങുക, എൻജോയ് ചെയ്ത് സംസാരിക്കുക. പിന്നെ ഇതിനൊക്കെ എപ്പോൾ പറഞ്ഞാലും നെഗറ്റീവ് പറയുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ആ നെഗറ്റീവ് നിങ്ങളിലോട്ട് എടുക്കാണ്ടിരിക്കുക. മാക്സിമം അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് അകന്നു നിൽക്കുക. അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ തന്നെ നമ്മുടെ ഒരു എനർജി ഷിഫ്റ്റ് ആയി പോകാനായിട്ട് ചാൻസ് ഉണ്ട്. പിന്നെ എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്, കുറെ ആളുകൾ എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും എനിക്ക് അറിഞ്ഞൂടാത്തവരാണെങ്കിലും മെയിൽ അയച്ചിട്ട് ചോദിക്കുന്നവരാണെങ്കിലും അവരിങ്ങനെ അവരുടെ വിഷമങ്ങൾ പറയാൻ വേണ്ടി ഇങ്ങനെ വിളിക്കാറുണ്ട്. അങ്ങനെ വിളിക്കുമ്പം കുറെ അവരുടെ ഫാമിലി പ്രോബ്ലംസ് ഒക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് കേട്ട് കേട്ട് കഴിയുമ്പോൾ എനിക്ക് തന്നെ എൻ്റെ ഒരു എനർജി എനിക്ക് വല്ലാണ്ട് ലൂസ് ആയി പോകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പം പിന്നീട് ഞാൻ അപ്പം എന്താ ചെയ്യുന്നത് വെച്ചാൽ മനസ്സിൽ പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ ജേർണൽ വീണ്ടും ഞാനിങ്ങനെ എഴുതി തുടങ്ങി അതിങ്ങനെ ക്ലെൻസ് ചെയ്യും. അതെല്ലാം മാറിപ്പോയിട്ട് ഒരു എനർജി, അതായത് നമ്മൾ കണ്ടിന്യൂസ് നമ്മൾ ആരുടെ കൂടെയാണോ ആയിരിക്കുന്നത് അവരിങ്ങനെ അവരും കൂടെ നമ്മൾ പോലും അറിയാണ്ട് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇനിയും കുറെ കുറെ കാര്യങ്ങളായിട്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയണം എന്നുണ്ട്. അപ്പം ഇതൊന്ന് പറയണമെന്ന് കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ വിചാരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് വന്ന് ഒരു മൂഡ് വന്നപ്പോൾ അതങ്ങ് പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചത്. അപ്പം എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇനിയും നിങ്ങൾക്ക് ഇത് കണക്കത്തുള്ള വീഡിയോസ് എൻ്റെ ചാനൽ ഒന്ന് കയറി നോക്കുവാണെങ്കിൽ ഞാൻ ഈ ടൈപ്പ് ഓഫ് വീഡിയോസ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെയുള്ള വീഡിയോസ് കാണാനും കേൾക്കാനും ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളിപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിനെ നിങ്ങൾ കണ്ടില്ല എന്ന് വരാം. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആളുകളിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ, എന്തെങ്കിലും ടൈപ്പ് ഓഫ് വീഡിയോസ് ഞാൻ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കോമെന്റ്സിലൂടെയോ ഇമെയിലിലൂടെയോ കോമെന്റ്സിലൂടെ അറിയിക്കണം, അത്ര നല്ലത്. അങ്ങനെ അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനത്തെ വീഡിയോസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇനിയും നല്ല അടിപൊളി വീഡിയോസുമായിട്ട് നമ്മൾ കാണുന്നവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.